കുറേ ആൾക്കാർ യൂട്യൂബ് തുടങ്ങുന്നില്ലേ ഈ റിവ്യൂ പറയാൻ വേണ്ടി. ഉമാര് നല്ല സിനിമയെ ഇല്ലാതാക്കാനും അഴുക്ക സിനിമ നല്ലതാക്കാനും കുറേ നാളുകൾ നടക്കുന്നില്ലേ. ഉമാർക്ക് വേറെ ജോലിയില്ലേ, ഒരു രക്ഷയില്ലാതെ സിനിമ സൂപ്പർ. അന്ന് ഒരു കയ്യബദ്ധം പറ്റിപ്പോയി, ഇനി അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഒരു പക്ക വിജയ് ഫാനാണ്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ലോകേഷിന്റെ ഏറ്റവും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ആ പടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ സൗബിൻ്റെ ആക്ടിങ് കുറച്ച് നല്ല ആക്ടിങ് ആയിരുന്നു. സൗബിൻ്റെ നല്ല ഇതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ആ സൗബിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാനും പടം കാണാൻ വന്നത്. എൻ്റെ ഫാനാണ് അദ്ദേഹം. ഓ അങ്ങനെ ഉറപ്പിക്കാം. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ലോകേഷ് തലേവർ കോമ്പിനേഷനിലുള്ള കൂലി എന്ന സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ചറിയാം കൂലി എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ LCUവിൽ വരുന്നൊരു പടമാണോ, ഇതിൻ്റെ അകത്ത് റോളക്സ് വരുന്നുണ്ടോ, അതെല്ലാം നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ കണ്ടു കഴിഞ്ഞ പ്രേക്ഷകരിലേക്ക് നമുക്ക് പോവാം, എങ്ങനെയുണ്ടെന്ന് അറിയാം. സൗബിൻ തകർത്തടിക്കും, അടിപൊളി. തലേവരും സൂപ്പറായിരുന്നു. ഇത് LC ഒന്നും അല്ല, സ്റ്റാൻഡേർഡ് ഓൾ മൂവി തന്നെയാണ്. ഒരു കംപ്ലീറ്റ് പാക്കേജ് ഉണ്ട് ബ്രോ, കംപ്ലീറ്റ് പാക്കേജ് മൂവി. ലൈക്ക് എമോഷൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എലിവേഷൻസ്, ഗൂസ് ബംസ് എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് പാക്കേജ്. മോർ ദാൻ ഡാൻസ്, സൗബിൻ പെർഫോമൻസ് കൊള്ളാം. ലൈക്ക് വില്ലനിസം, പീക്ക് വില്ലനിസം. അടിപൊളിയായിരുന്നു, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു പടം കണ്ടിറങ്ങിയപ്പോൾ. എന്താ പറയുക, ഒരു നോർമൽ രജനീകാന്തിൻ്റെ ഒരു സ്ഥിരം സ്റ്റൈലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പറയുക, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഒരു പക്ക വിജയ് ഫാനാണ്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ലോകേഷിന്റെ ഏറ്റവും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. സൗബിന്റെ ആക്ടിങ് ഒരു രക്ഷയിലെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. വെച്ചാൽ തമിഴിൽ അത്രയും പേരുണ്ടായിട്ടും പുള്ളിയുടെ അഭിനയം അടിപൊളിയായിട്ട് എടുത്തു. അമീർ ഖാൻ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ ഈ എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. തലേവർ മൂവി തലേവറിനെ എൻജോയ് ചെയ്യാം. വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ മൂവി. അൾട്ടിമേറ്റ്ലി ഫൈനൽ നമ്മൾ ഹാപ്പി ആയിട്ടേ പുറത്ത് വരത്തുള്ളൂ. ഇറ്റ്സ് എ മാസ് മൂവിയാണ്. ഇടയ്ക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു, ബട്ട് ടുവേർഡ്സ് ദി എൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. പുള്ളിക്കാരൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് വരാൻ വേണ്ടി തന്നെയാണ് നിന്നത്. അതായത് അമീർ ഖാൻ സാറിൻ്റെ അത്ര ആമിറില്ലെങ്കിൽ BGM കൊള്ളാം, BGM കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെ രജനീകാന്തിൻ്റെ പഴയ വേട്ടയ്യൻ എന്നുള്ള ഒരു ആക്ടിങ് തന്നെയാണ് രജനീകാന്ത് സാറിൻ്റെ അതിലുള്ളത്. പിന്നെ പഴയ ഭാഷ സ്റ്റൈലിൽ ബീഡി എത്തിക്കുന്നതുണ്ട്. ഇത്രയും നല്ല പേരുകളുടെ ബിൽഡപ്പിനായിട്ടുള്ള നമ്മൾ അമീർ ഖാൻ സാറിനെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ആ ബോഡിയെ കാണിക്കുമ്പോൾ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് കാണിക്കുമ്പോൾ. പിന്നെയാണ് മൊത്തത്തിൽ കാണിക്കുമ്പോഴത്തേക്കണ്ടല്ലേ മറ്റേ അങ്കമാടിയിലെ പിള്ളേരെ മറ്റേ ബെർമുട കേട്ടുകൊണ്ട് വന്ന് സാറിനെ കൊണ്ടുവന്നിട്ട് ആ മംബാബിയേ ഇസ്കൻ ബാബിയേ ഇങ്ങനെ കേട്ടത് എന്ന് ഏറ്റവും ലാസ്റ്റ് എന്നിട്ട് രജനീകാന്ത് വന്നിട്ട് ഒരു ബീഡി കത്തിച്ച് കൊടുക്കുകയാണ്. ഇതിന് ബീഡി അതിലൊരു വിഷമമാണ്. പിന്നെ ആ പടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ സൗബിൻ്റെ ആക്ടിങ് കുറച്ച് നല്ല ആക്ടിങ് ആയിരുന്നു. സൗബിൻ്റെ നല്ല ഇതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ആ സൗബിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാനും പടം കാണാൻ വന്നത്. ഞാൻ സിനിമാ പ്രേമി തന്നെയാണ്. നല്ലതെന്ന് പറയുക, പിന്നെ ആവറേജ് മൂവി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നല്ലവർക്ക് അവനക്ക് ഭ്രാന്ത്, അവനക്ക് സിനിമ பார்க்க தெரியாது. ரஜினி சார் எப்படி அபிநயம் தெரியுமா? தெரியாதுல்ல, கொஞ்சம் வெயிட் பண்ணுங்க. സംശയമില്ലാത്ത കാര്യമല്ലേ, തലവർ സൂപ്പർ. ആനും സിനിമ കാണാഞ്ഞിട്ട് അവനൊക്കെ ഈ ഇപ്പോൾ കുറേ ആൾക്കാർ യൂട്യൂബ് തുടങ്ങുന്നില്ലേ ഈ റിവ്യൂ പറയാൻ വേണ്ടി. ഉമാര് നല്ല സിനിമയെ ഇല്ലാതാക്കാനും അഴുക്ക സിനിമ നല്ലതാക്കാനും കുറേ നാളുകൾ നടക്കുന്നില്ലേ. ഉമാർക്ക് വേറെ ജോലിയില്ലേ, ഒരു രക്ഷയില്ലാതെ സിനിമ സൂപ്പർ. ധൈര്യമായിട്ട് എല്ലാവർക്കും കുടുംബത്തോടൊന്ന് കാണാമെന്ന്. ഒരു വയലൻസ്, അത്രയ്ക്ക് വയലൻസ് ഒന്നും ഇല്ല. എല്ലാവരും ഭയങ്കര വയലൻസ്. എന്ത് വയലൻസാണ് ഉള്ളത്? അടിപൊളി പോലില്ലേ, നമ്മുടെ തല അടിച്ച് പൊളിച്ചില്ലേ. അയാൾ 100 വയസ്സ് വരെ ജീവിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. എൻ്റെ പകുതി ആയുസ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം 100 വയസ്സ് വരെ ജീവിക്കട്ടെ. ഇനി അദ്ദേഹം ആരോഗ്യത്തോടെ സിനിമകൾ അഭിനയിച്ചിട്ട് അല്ല അടിപൊളിയായിട്ട് അയാൾ ജീവിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. അടിപൊളി സിനിമ, ഒരു രക്ഷയില്ല. സാറിൻ്റെ പടം സൂപ്പറാണ്, സൂപ്പർ ആക്ടിങ് ആണ്. സാറിൻ്റെ അതേ വേഷം ഇട്ടാണ് ഞാൻ വന്നത്. അല്ല, തലവരാണ് മുകളിൽ നിൽക്കുന്നത്. രജനി സാറാണ് എൻ്റെ ഫാന്, എൻ്റെ ആരാധകനാണ്. രജനി സാറാണ് താങ്കളുടെ ഫാൻ, അതോ താങ്കൾ രജനീകാന്തിന്റെ ഫാനാണോ? എൻ്റെ ഫാനാണ് അദ്ദേഹം. ഓ അങ്ങനെ ഉറപ്പിക്കാം. പതിഞ്ഞ താളത്തിലാണ് ഒരു സിനിമയുടെ കഥ പോകുന്നത്. അപ്പം ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് സിനിമ വന്നത്. അതായത് തുടക്കം മുതലേ ഒരു ഫാസ്റ്റ് പേസ്ഡ് അല്ലെങ്കിൽ കൈദി പോലെയൊക്കെ ഇങ്ങനെ ഒരു ഓരോ സെക്കൻഡിലും നമുക്ക് ഇൻട്രിഗിങ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിനകത്തില്ല. ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് നല്ല ഹൈ മൊമെന്റ്സ് തരുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റ് ഓരോ നടന്മാർ വരുമ്പോഴത്തേക്കും കൂടുതൽ സ്ക്രീൻ സ്പേസ് എല്ലാം വരുന്നത് ഇപ്പോൾ സൗബിനാണ് ശരിക്കും തോന്നുന്നത് ഏറ്റവും കൂടുതൽ സിനിമയിൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുന്നത്. പുള്ളിയുടെ ഒരു സ്ഥിരം കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നു. പിന്നെ രജിത റാം പുള്ളിക്കാരത്തിക്ക് നല്ലൊരു പോർഷൻ ഉണ്ടായിരുന്നു. പക്ഷേ
ആരും ഒരു ഇവൻസിലൊന്നും രജിത റാം എന്ന നടിയെക്കുറിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉപേന്ദ്ര അതുപോലെ തന്നെ അമീർ ഖാൻ അവരുടെയൊക്കെ പോർഷൻസ് വ്യക്തിപരമായിട്ട് എനിക്ക് വർക്കായി. കാരണം നമ്മളിങ്ങനെ ഓക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഹൈ മൊമെൻറ്റ്സ് കിട്ടിയായിരുന്നു. അങ്ങനെ ആ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് വന്നാൽ മതി. അയ്യോ, എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല സത്യമായിട്ട്. അന്ന് ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. ഇനി അങ്ങനെയൊന്നും ഇല്ല. റെഡിങ് ഈസിലി കണ്ടു കഴിഞ്ഞാൽ പുള്ളിയെടുത്തൊന്ന് സോറി പറയണം ഇനി.